നമസ്കാരം പ്രിയപ്പെട്ടവരെ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളോട് പോക്രിത്തരം കാണിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, പ്രത്യേകിച്ച് നല്ല കൃമികടിയുള്ള ഒരാളാകുമ്പോൾ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു കമൻ്റാണ്. നമ്മുടെ പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ഇട്ട പോസ്റ്റിൽ താഴെ പോയിട്ട ഒരു കമൻ്റാണ് ഈ കൊടുത്തിരിക്കുന്ന കമൻറ്റ്. ഈ ബിന്ദു ചന്ദ്രൻ വി എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പരിചയപ്പെടുത്താം. ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന ഡോക്ടർ സരിൻ്റെ ഭാര്യ, അവരുടെ മാതാപിതാക്കൾ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി വലുതാക്കി അവർ നല്ലൊരു ജോലി നേടി. ദുബായിലെ നല്ല പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്ത കാശുകൊണ്ട് ഡോക്ടർ സൗമ്യ സരിൻ അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. അവർ യാത്രകൾ ചെയ്യുന്നു. ആ യാത്രയിലുള്ള വിവരണങ്ങൾ അവർ സോഷ്യൽ മീഡിയ വഴി നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുന്നു. നമുക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കണ്ടിട്ട് കൃമികടിയുള്ള കുറേ പേരിൽ ഒരാളാണ് ഈ ബിന്ദു ചന്ദ്രൻ വി എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് ഇടതുപക്ഷ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ വല്ലാണ്ടങ്ങ് മോശമായ രീതിയിൽ, അതായത് നെറികെട്ട രാഷ്ട്രീയം കൊണ്ട് അവഹേളിക്കുക, ട്രോളുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് മറുപടി കൊടുത്താൽ ഉടനെ കേസ് കൊടുക്കുക, മോങ്ങുക, കരയുക എന്നൊക്കെയുള്ള കലാപരിപാടിയാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇങ്ങോട്ട് നിങ്ങൾ നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞാൽ അങ്ങോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയം പറയും. ഇങ്ങോട്ട് നിങ്ങൾ തെമ്മാടിത്തരം കാണിച്ചാൽ അതിൻ്റെ ഇരട്ടി തെമ്മാടിത്തരം അതേ രീതിയിൽ അങ്ങോട്ട് തന്നിരിക്കും. അതിനി കേസെന്നോ വഴക്കെന്നോ കോടതിയെന്നോ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കേണ്ട. കാരണം നിങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാം, ഞങ്ങളത് കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ബിന്ദു ചന്ദ്രൻ വിയിലോട്ട് വരാം. ഈ ബിന്ദു ചന്ദ്രൻ പറഞ്ഞ കമന്റ് എന്താണ്? ഏതാണ്? CPM പോയതിന് ശേഷം കറങ്ങാൻ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്ന് നായർക്കും അച്ചിക്കും. അത് ബിന്ദു ചന്ദ്രൻ പറഞ്ഞതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ബിന്ദു ചന്ദ്രൻ പഠിച്ച രാഷ്ട്രീയം അതാണ്. കാരണം ബിന്ദു ചന്ദ്രൻ KPCC ഓഫീസിലെ പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ അടച്ചിട്ട കൊച്ചുമുറിയിലെ നിത്യ സന്ദർശകയായിരുന്നു എന്ന് കൂട്ടത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്. ഞാനിത് പറയാൻ കാരണം ഇവരുടെ കൂട്ടത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കാണണം. പക്ഷെ സമയമില്ലാത്തത് കൊണ്ടും എൻ്റെ ഈ 3 ഫോണിൽ എവിടെയോ ആ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവരും, അത് വേറൊരു കാര്യം. ഈ സ്ത്രീയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇൻബോക്സിൽ പോയിട്ട് കണ്ണിന് അസുഖമാണ്, മൂക്കിന് അസുഖമാണ്, ചെവിക്ക് അസുഖമാണ്, തലവേദനയാണ്, പനിയാണ്, ജലദോഷമാണെന്നൊക്കെ പറഞ്ഞ് പൈസ പിരിപ്പാണ് ജോലി. ഞാൻ ഈ പറയുന്നതിൽ കള്ളത്തരമുണ്ട് എങ്കിൽ, ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് 2 കേസ് എനിക്കെതിരെ ഈ സ്ത്രീ കൊടുത്തിട്ടുണ്ട്. ഇവര് നമ്മുടെ നേതാക്കളെ ട്രോൾ ചെയ്യപ്പോൾ അതേ രീതിയിൽ തിരിച്ച് ട്രോൾ ചെയ്യപ്പോൾ നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുത്ത് 2 തവണ കൊടുത്തിട്ടുണ്ട്. ആ കേസ് നിലവിൽ കിടപ്പുണ്ട്. ഇനി 3ാമതൊരു കേസ് കൂടി കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ പൈസ ചോദിക്കുകയും ആ പൈസ കൊടുത്തിട്ട് ചിലർ സഹായിക്കുമല്ലോ, ആ പൈസ കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സ്ത്രീയാണ് ഈ ബിന്ദു ചന്ദ്രൻ വി. സത്യത്തിൽ സൗമ്യ സരിന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും ഈ സ്ത്രീക്കില്ല. അത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് നോക്കിയാലും വ്യക്തിപരമായിട്ട് നോക്കിയാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവർക്കെതിരെ ഇവരുടെ കൂട്ടത്തിലുള്ള കോൺഗ്രസ്സുകാർ തന്നെ ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തപ്പിയെടുക്കണം, അത് ഞാൻ തപ്പിയെടുക്കും. ഇവരെ നല്ല കോൺഗ്രസ്സുകാർ, അതായത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ കുറെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാർ. നമ്മുടെ കൂട്ടത്തിലും ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് ഒരു അൽപ്രമുഖ സഖാക്കളുടെ ഇൻബോക്സിൽ പോയിട്ട് മൂലക്കുരുവിന് ഓപ്പറേഷൻ, മൂക്കിന് ഓപ്പറേഷൻ, ചെവിക്ക് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ വിരിച്ചിട്ട് ആ പൈസ കൊണ്ട് പുട്ടിയും അടിച്ച് റീൽസ് ചെയ്ത് കിടക്കുന്നവർ നമുക്കിടയിലുമുണ്ട്. അപ്പൊ അതിന്റെ മറ്റൊരു വെർഷനാണ് ഈ പറയുന്ന ബിന്ദു ചന്ദ്രൻ വി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ ബിന്ദു ചന്ദ്രൻ വി എനിക്കെതിരെ കേസ് കൊടുക്കണം. അപ്പോൾ മാത്രമേ എനിക്ക് ആ സ്ക്രീൻഷോട്ടുകൾ കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബിന്ദു ചന്ദ്രൻ വിയോട് പറയാനുള്ളത്, നിങ്ങൾ സൗമ്യ സരിൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വളർത്തി, നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തി, അവർക്ക് നല്ല ജോലി നേടാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അവരും ഇതുപോലെ നല്ല ജോലികൾ നേടി നല്ലതുപോലെ സമ്പാദിക്കും. ആ കാശ് കൊണ്ട് അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാം. കൂട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും അവരുടെ കൂടെ യാത്രയാകാം. അതിന് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ബിന്ദു അമ്മായി പണ്ടൊരിക്കൽ മഹിളാ കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ ഇന്ന് പൈസയും പിരിച്ച് പുട്ടിയും അടിച്ച് ഡൽഹിയിൽ പോയ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് ഇനിയും അവസരം വരുമ്പോൾ പറയാം. കാരണം എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ തളർത്തുന്നത് ശരിയല്ലല്ലോ. ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് നിങ്ങൾ എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിന്റെ അവസാനം നിങ്ങളൊരു വാക്ക് പറഞ്ഞായിരുന്നു, എന്ത് പറഞ്ഞാലും എനിക്ക് തമിഴ്നാട്ടിലെ കാർക്കൂന്തലാണെന്ന്. എനിക്കും അതുപോലെ പറയാനുള്ളൂ. നിങ്ങൾ ഇനി എത്ര കേസ് കൊടുത്താലും എനിക്ക് തമിഴ്നാട്ടിലെ അല്ല, കേരളത്തിലെ മറ്റേ പണ്ട് ലീഗുകാർ പറഞ്ഞ ആ സംഭവമാണ്, അല്ലെങ്കിൽ സുധാകരൻ സതീശനെ പറഞ്ഞ ആ കാര്യമാണ് കേട്ടോ. അപ്പൊ കൂടുതൽ
ഇങ്ങോട്ടിട്ട് ചൊറിയാൻ നിൽക്കരുത്. ചൊറിയാൻ നിന്നാൽ തിരിച്ചു കയറി മാന്തും. പിന്നെ ബിന്ദു ചന്ദ്രൻ അമ്മായിയുടെ പോസ്റ്റ് കണ്ടിട്ട് അതിന്റെ താഴെ പോയിട്ട് സൗദിയിൽ കേസ് കൊടു, എംബസിയിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ നിന്നോടൊക്കെ പറയാനുള്ളത്, നീയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പറയുന്ന സ്ത്രീയെ നല്ല രാഷ്ട്രീയം പറഞ്ഞാൽ ഉപദേശിക്കുക. അങ്ങനെ നല്ല രാഷ്ട്രീയം പറഞ്ഞാൽ അവർ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെ മൈൻഡ് ചെയ്യാറില്ല. ഈ കോൺഗ്രസ്സിൽ എത്രയോ പേരുണ്ട് സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ, അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കില്ല. ഞാൻ ഇതിനു മുമ്പും ഒരു സ്ത്രീക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവരും മോശമായ രീതിയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാര്യയെ ട്രോൾ ചെയ്തതിന്റെ പേരിലാണ്. അല്ല, നല്ല രാഷ്ട്രീയം പറയുന്നവരുടെ പുറകെ ഒന്നും വരാൻ നമുക്ക് സമയമില്ല. അപ്പോൾ പറയാനുള്ളത്, ബിന്ദു അമ്മായി നല്ല രീതിയിൽ വളരുക, നല്ലത് ചെയ്യുക, നല്ല പ്രവർത്തികൾ ചെയ്യുക. കൂടുതൽ ചൊറിയാൻ നിന്നാൽ പലതും വാരിയെടുത്ത് പുറത്തിടും. അതിന് അവസരം ഉണ്ടാക്കരുതെന്ന് താഴ്മയായി